ഇപ്പോൾ നടക്കുന്ന കാര്യമില്ല. വേഗം പറ്റുമോ പിന്നെ ഒരു ദിവസം വഅലല്ലാഹി അള്ളാഹുവിന്റെ മേൽ മാത്രം. എവിടെ ഇനി എടുക്കുന്നേ? അള്ളാഹു തആല അല്ലദീ ഒരാളാണ് അൻസലവൻ ഇറക്കി വാനലോകത്ത് നിന്നും ഇറക്കി മാഇനെ ഇറക്കി ലക്കും നിങ്ങൾക്ക് ലക്കും നിങ്ങൾക്ക് അതിലുണ്ട് മിൻഹു അതിൽ നിന്നും നിങ്ങൾക്കും ഉണ്ട് ശറാബുണ്ട് തശ്റബൂന വമിൻ അതിൽ നിന്നും ഷജറുൻ യംബുത്തു ബിസബബിഹി നലമന വഫീ അതിൽ നിങ്ങൾ തുസീമൂന നിങ്ങൾ അതിൽ നിങ്ങളുടെ ആടുകളെ മാടൊട്ടകങ്ങളെ മേയിപ്പിക്കുകയും ചെയ്യും. തറഅവുന യുംബിത്തുലക്കും അല്ലാഹു നിങ്ങൾക്ക് മുളപ്പിച്ചു തന്നു ബിഹിയ വെള്ളം കാരണമായ സർഅ കൃഷികളെ സൈത്തൂനിനെയും വന്നഖീല വല്ലഅനാബ് മുന്തിരിയും സൈത്തൂനും വന്നഖീല കേട്ടാ നഖീലും അഅനാബും മുന്തിരികളും പിന്നെന്താണ് വമിൻ കുല്ലി സമറാത്തി എല്ലാ പഴങ്ങളും തരും. എന്താ എല്ലാ പഴങ്ങളും തന്നോട്ടെ. അല്ലാഹു തആല നമ്മളെ പഠിച്ചല്ലേ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞല്ലേ ലൗലാ അന്നഹു ചിലപ്പോൾ ഞാൻ എഴുന്നേറ്റ് 10 പൊട്ടിക്കും എന്റെ മുതു നോക്കി ആയത്തിങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. പിന്നെ എന്റെ ആപ്പിലൊന്നും പിന്നെ നോക്കത്തുമില്ല ഞാൻ. മനസ്സിലായോ? ലൗലാ അന്നഹു മിനൽ മുസബ്ബിഹീന ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബഅത്ത്. മനസ്സിലായില്ല? ആ മീനിന് പ്രവാചകനെ ദഹിപ്പിക്കാനുള്ള പവറില്ല. ദഹിക്കുന്ന ശരീരമല്ല അനുമതി ഉണ്ടാ. പ്രവാചകന്മാരുടെ ശരീരം സാധാരണ ശരീരമല്ല എന്ന് ഖുർആൻ ശരീരം കൊണ്ട് തെളിഞ്ഞാണത്. ഒരു തസ്ബീഹ് അല്ലിയില്ലായിരുന്നെങ്കിൽ ഏത് കൊല്ലം വരെ ഇലാ ഖിയാമത്ത് നാൾ വരെ ലലബിത ഫീ ബത്നിഹി. മനസ്സിലായില്ല? അപ്പം മീനിനും എന്ത് ചെയ്യാൻ പറ്റില്ല. പള്ള എന്ന് പറയുന്നത് ദഹിപ്പിക്കാനുള്ള സാധനമാണ്. അയ്യതിന്റെ പള്ള അങ്ങനെയല്ല. പക്ഷെ പ്രവാചകൻ പള്ളയിലായപ്പോൾ രക്ഷയില്ല. ഇനി ദഹിപ്പിക്കാൻ പറ്റില്ല. പ്രവാചകന്മാരെ അല്ലാഹു തആല ഹറമല്ലാഹു അലൽ അർളി അജ്സാദൽ അംബിയ എന്ന് പറഞ്ഞതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രവാചകന്മാരെ. ആ ഭാഗത്തേക്ക് അടുക്കാനേ പറ്റും. അത് അങ്ങനത്തെ ഒരു സാധനങ്ങളായിക്കൊണ്ട് അള്ളാഹു അതിനെ പഠിച്ചേക്കുക, ആറ്റുങ്ങളെ പഠിച്ചേക്കുക. അപ്പൊ ആറ്റുങ്ങളെ പടപ്പത്തരം ഭയങ്കര പടപ്പത്തരാണ്. അതാണ് പ്രവാചകൻ. പിന്നെ പ്രവാചകൻ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ അവനെ പിന്നെ എന്ത് ചെയ്യും? ഈ സാധാരണക്കാരനാണെന്ന് പറയുന്നവനെ പിടിച്ച് അസാധാരണക്കാരനാക്കി കൊടുക്കണം. എന്നാലേ ശരിയാ. കൈകാലൊക്കെ വെട്ടിയോടെങ്കിലും കൊണ്ടിട്ടേക്കണം. എന്താ അപ്പൊ അതാണ് കൃഷി. അപ്പൊ ഷജറത്ത് പറഞ്ഞാണിപ്പോ. ഷജറും ഷജറത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പം രണ്ടു മാനയ്ക്കും ഉപയോഗിക്കുന്ന ഒന്നാണ്. മാലഹു സാഖുൻ ഔല ലാ തഅകുലു സമനശ്ശജരി എന്നുണ്ട് ഹദീസിനകത്ത്. ലാ തഅകുലു സമനശ്ശജരി ഫഇന്നഹു സുഹ്തുൻ. എന്നാ അന്യവന്റെ പറമ്പിൽ കയറിയിട്ട് പോച്ച പറിച്ചുകൊണ്ട് വിൽക്കാൻ പാടില്ലെന്ന്, അത് ഹറാമാണെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസാ. ലാ തഅകുലു സമനശ്ശജർ ഫഇന്നഹു സുഹ്തുൻ. ഇനി നമ്മളെ പറമ്പിലാണെങ്കിൽ വിറ്റൂടെ അല്ലേ? കാരണം വെള്ളവും തീയും വൃക്ഷലതാദികളും അതിനകത്ത് എല്ലാവർക്കും കൂറുള്ളതാണ്, പൊതുസ്ഥലത്തിലുള്ളത്. അല്ലാതെ ഗവൺമെന്റിന്റെ സ്ഥലത്തിലുള്ള വൃക്ഷം അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂറുള്ളത്. എല്ലാവരും എടുക്കാം. അതിന് നമ്മൾ മിൽക്കാക്കിയിട്ട് നമ്മളതിനെ വിറ്റാലോ അത് ഹറാമാണെന്നാണ്. ലാ തഅകുലു സമന ഷജർ ഫഇന്നഹു സുഹ്തുൻ.
ഫഹുവ ബിൽ ഖസരി മാ റഅത്തുഹു ദവാബു മിനർ റതബി വൽ യാബിസി. അല്ല, അന്നാസു ശുറക്കാഉ ഫീ തലാത്തിൻ അൽ മാഇ വൽ കലഇ വൻ നാർ ഐ ഫി ഇസ്തിലാഇഹാ വ മൗഇഹാ. പിന്നെ ഫീഹി തുസീമൂന അസാമ യുസീമു ഇസാമത്ത്, സാമത്തിൽ മാഷിയത്തു എന്ന് പറയും, റഅത്ത് എന്ന് പറയും. എന്താ? മേയുക, അതിൽ നിങ്ങൾ മേയിപ്പിക്കുന്നു. ഷജർ, ഇവിടത്തുള്ള ഷജറിന് രണ്ട് മാനയുണ്ട് കേട്ടാ. ഷജറുൻ അൽ മുറാദ് ബി ഷജരി ഹുനാ മുത്ലഖുൻ നബാത്ത്, വെറും സസ്യലതാദികൾ എന്ന് മാത്രമേ ഉള്ളൂ. സവാൻ കാന ലഹു സാഖുൻ ഔലാ. എന്താ? شيخنا في البيضاوي ومنه شجر يعني الشجر الذي ترعاه المواشي. فقيل كل ما ينبت على الأرض شجرا. وفي السمين والشجر هنا كل نبات من الأرض حتى الكلب. ഷജർ സാധാരണ പറയുന്നത് മാ കാന ലഹു സാഖുൻ എന്നാണ്. കണ്ടുള്ളതിനാണ് ഷജർ പറയുക, ഷജറത്ത് സാഖില്ലാത്തത്. അപ്പൊ ഇവിടെ ഉമൂമായ മാനെ ഉപയോഗിച്ചപ്പം വയറുമാവുകയിൽ പെരുമാറില്ലായി. അപ്പൊ അത് മജാസായി. തിരിഞ്ഞോ? യുംബിത്തു, അള്ളാഹു നിങ്ങൾക്ക് മുളപ്പിച്ചു തരും, ലക്കും നിങ്ങൾക്ക് ബി വെള്ളം കാരണമായി, അസ്സർ ആ കൃഷികളെ. قال كعب بن الأحبار رضي الله عنه പറയുന്നുണ്ട്, ലമ്മാ അഹ്ബത്തല്ലാഹു തആല ആദമ, ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് എടുത്തപ്പോൾ അല്ലാഹു തആല ഇട്ടപ്പോൾ ജാ മീകായിൽ വന്നു. ബിശൈഇൻ മിൻ ഹബ്ബിൽ ഹൻദ, കുറെ ഗോതമ്പിന്റെ മണി കൊണ്ട് കൊടുത്തു, കൃഷി ജീവിച്ചോളാൻ പറഞ്ഞു. ഖാല ഹാദാ റിസ്ഖുക വ റിസ്ഖു ഔലാദിക. എന്താ? അതുകൊണ്ട് ഖും ഫദ്ലിബിൽ അർള വഅദർ അൽ ബദറ. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലേ ഉണ്ട്, ഇദ്രീസ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടം വരെ വന്നു. പിന്നെ അപ്പൊ അത് വലുതായിരുന്നു. ഹബ്ബിൽ ഹന്ദ ഫലം യസലിൽ ഹബ്ബു മിൻ അഹ്ദി ആദമ ഇലാ ദമനി ഇദ്രീസ കബൈലത്തുൻ. ഒട്ടകക്കോഴിയുടെ മുട്ടയുടെ അത്ര ഉണ്ടായിരുന്നു ഗോതമ്പ് പണ്ട്. അപ്പൊ ഒരെണ്ണം കഴിച്ചാൽ കൂടുതൽ കഴിക്കില്ല. പിന്നെ ജനങ്ങൾ അശ്രദ്ധരായി, ഫലമ്മ കഫറന്നാസു നുഖിസ, പിന്നെ അതിനെ ചുരുക്കപ്പെട്ടു ഇല ബൈലത്തി ദുജാജ, കോഴിമുട്ടയുടെ അത്രയായി ഗോതമ്പ്. തുമ്മയില ബൈലത്തിൽ ഹമാമ, പിന്നെ നമ്മളെ മറ്റേ കോഴി ഉണ്ടല്ലോ, കാടക്കോഴി മുട്ടയുടെ അത്രയായി. തുമ്മയില ഖദറിൽ ബന്ദഖ, തുമ്മയില ഖദറിൽ ഹിംസ, തുമ്മയില മിഖ്ദാരിൽ മഹസൂസ്. എന്താ? والزيتون هو الذي أدام من وجه، أدام من وجه وفاكهة من وجه، ഉദാമ മിൻ വജിഹിൻ വഫാക്കിഹത്തു മിൻ വജിഹിൻ. ജയ്ത്തൂൻ രണ്ട് വിധേനുണ്ട്. ഒരു വിധേന നോക്കിയാൽ കറിയായിട്ട് ഉപയോഗിക്കാം, ഒരു വിധേന നോക്കിയാൽ പഴമായിട്ട് ഉപയോഗിക്കാം. രണ്ടും ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ജയ്ത്തൂൻ എന്നുള്ളത്. എന്താ? وفي إنسان العيون شجرة الزيتون تعمر 3000 سنة. 3000 കൊല്ലാണ് അതിന്റെ ജീവിതം. ആ വൃക്ഷം അങ്ങനെ നിൽക്കും 3000 കൊല്ലം. ജയ്ത്തൂന്റെ അതിന് എത്ര ആയുസ? 3000 കൊല്ലത്തെ ആയുസാണ് അതിനുള്ള. കാന ജാദുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ഭക്ഷണമായിരുന്നു ജാദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖത്ത തഖല്ലിഹി ബി ഗാരി ഹിറാ. ഗാരി ഹിറാ, ഹിറാ രണ്ടും പറയാം. ഇസ്തദിമു ബിസ്സൈത്തി, ജയ്ത്ത് കൊണ്ട് കറിയുണ്ടാക്കിക്കോളീൻ. വദ്ദഹിനു ബിഹി, ജയ്ത്ത് കൊണ്ട് നിങ്ങൾ എണ്ണ ശരീരത്തിട്ടോളീൻ. ഫഇന്നഹു യഖ്റുജു മിൻ ശജറത്തിൻ മുബാറക, എന്ന് നമ്മൾ ജയ്ത്തെണ്ണ ഒട്ടുമുട്ടും. മുബാറക്കായ വൃക്ഷത്തിൽ നിന്നുള്ളതാണ് ആ സാധനം.
കൊളസ്ട്രോൾ ഇല്ല. എല്ലാ എണ്ണയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിന് കൊളസ്ട്രോൾ ഇല്ല. കൊളസ്ട്രോൾ നശിപ്പിക്കുന്ന സാധനമാണത്. അത് നല്ല ഇറച്ചിയാണോ വെച്ചിട്ട് അതിനകത്ത് രണ്ടുകൊണ്ട് ചോദിച്ചു നോക്കണം. ആ ഇറച്ചിയുടെ കോലം മാറുന്നതാണെങ്കിൽ കൊഴുപ്പെല്ലാം അടുത്ത കളയണ്ട, അത് വെച്ച് നോക്കണം. ജൈത്തൂൻ വന്നഖിൽ ഈത്തപ്പന അക്രിമു അമ്മത്തക്കും അന്നഖിലത്ത ഫഇന്നഹു ഖുലിഖത് മിൻ ഫളി തീനത്തി ആദം. നിങ്ങളെ അമ്മായിയാണ്, ഉമ്മാടെ പെങ്ങൾ, വാപ്പാടെ പെങ്ങളാണെന്ന് നമ്മളെ ഇത്. ആദം നബി അലൈഹിസ്സലാമിനെ പഠിച്ച മണ്ണിൽ നിന്ന് ബാക്കിയുള്ളതെന്ന് പഠിച്ചാണ് ഏത് ഈ ഈത്തപ്പഴം. അതുകൊണ്ട് നിങ്ങൾ അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അക്രിമു അമ്മത്തക്കും, നിങ്ങളുടെ അമ്മത്തിനെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. അതായത് നഖ്ലത്ത ഫഇന്നാ ഖുലിഖത് മിൻ ഫളി തീനത്തി ആദമ വലൈസ മിന ശജരി ശജറത്തുൻ അക്റമു അലല്ലാഹ് മിൻ ശജറത്തിൻ ഉലിദത് തഹ്തഹാ മറിയം ബിനത്ത് ഇമ്രാൻ. അങ്ങനുണ്ട്. ഇമ്രാൻ നബി അലൈഹിസ്സലാമിന്റെ മോള് മറിയം ബീവി പ്രസവിച്ച ആ വൃക്ഷത്തിന്റെ ചോട്ടിലാണ്. അതിനേക്കാൾ അക്രമമായ ഒന്നിനെ അള്ളാഹു കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവിടത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത്. ഫഅഖദഹൽ മഖാദു ഫസ്തദ്ദ ബിഹാ ഫഹുദി. എന്താണ് വഹുസി വഹുസി? അങ്ങനെ ആയത്തെങ്ങനെ മനസ്സിലാരെ? അങ്ങനെ കേട്ടോ, അടി കിട്ടുന്ന ആയത്തിങ്ങനെ പടപട ഇറക്കുന്നുണ്ട്. അതോ ബന്ധങ്ങളെ മൂന്നൂര് പൊട്ടിച്ചാലോ ഒന്ന് പേടി. വഹുസിയിലേക്ക് പെണ്ണുങ്ങളെ ജോലി ചെയ്തിട്ട് വല്ല ഭക്ഷിക്കാവുന്നതാണ്. അത് ഈ ആയത്തിന്റെ സാരം. പിടിച്ച് കുലുക്കാൻ, പിടിച്ച് കുലുക്കുക. അപ്പൊ നിനക്ക് പഴം വീഴും, അത് കഴിച്ചോ. കുലുക്കാതെ വീഴ്ത്താൻ എന്താണെന്ന് കഴിയില്ലേ. പക്ഷെ പെണ്ണ് പിന്നെ ഇത് ഇന്നവ് പെണ്ണിനായ അടിസ്ഥാനത്തിൽ അവള് ജോലി ചെയ്തിട്ട് വല്ല കഴിക്കാവൂല. അതാണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത്. അതിന്റെ പേര് അല്ല, ആരാണ് പറഞ്ഞത്? അല്ലാഹു തആല മറിയം ബീവി അലൈഹിസ്സലാം ഉസിയിലേക്ക് ബിജിബിഇൻ നഖ്ലത്തി തുസാഖിത്തി അലൈക റുതബൻ ജനിയ, നല്ല പഴം കുലുക്കിടാൻ വന്നു. കുലുക്കി ഇടിപ്പിച്ചിട്ടാ തിന്നത്, ഇട്ടിച്ചത്. ആരത്? എന്താ വന്ന്? ഇവിടെ കൊണ്ടുവന്നു. ആരാ? എവിടുന്ന്? അവന്റെ വകയാ. എന്നിട്ടിവിടെ പറഞ്ഞില്ലേ? ഞെട്ടൂടെ വെച്ചു. അപ്പൊ അതാണ് മനസ്സിലായോ? അത് നല്ല തിന്നണം, ഇഷ്ടംപോലെ കച്ചോളി. ഫാത്തിമു നിസാഅക്കും, അല്ല അതിനെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം. അൽ വലദർ റത്തബ് ഫഇല്ലം യകുൻ റത്തബൻ ഫതംറു, അല്ല കമാ ഫിൽ മഖാസിദിൽ ഹസന. വൽ അനാബ്, മുന്തിരിയും കച്ചോളി. ജമ്മുൽ അനാബ് ഇനബ് ലിസാനിൽ മാ ഫിയ മിൻ ഇസ്തിമാൽ അല അസ്നാഫിൽ മുഖ്തലിഫ. ഇനബിനും കറമെന്ന് പേരുണ്ട്. വാളിന്റെ പദം കൊണ്ടുണ്ടായതല്ല. ഇനബ് അല്ലാഹു തആല തന്നെ പേരിട്ടു. തഖൂലു അൽ കറം എന്ന് പറയരുത്, വലാകിൻ ഖൂലു അൽ ഇനബ് വൽ ഹബ്ല എന്നൊക്കെയാണ് പറയാം. ഇന്നമൽ കറമു ഖൽബുൽ മുഅ്മിൻ എന്ന്. ഇന്ന ഫീ ദാലികല ആയാത്തിന്. ഇനി അങ്ങനെ കുറെ പറയാനുണ്ടോ അവിടെ. മുന്തിരിയും കഴിച്ചോളി, നല്ലതാ. പഴവർഗ്ഗങ്ങൾ ഏതും കഴിക്കാം. മിൻകുല്ലി സമറാത്ത് വമിൻകുല്ലി സമറാത്ത് എന്ന് പറഞ്ഞല്ലോ. പഴവർഗ്ഗങ്ങൾ എല്ലാത്തിൽ നിന്നും അല്ലാഹു തആല നമുക്ക് മുളപ്പിച്ചെന്നാണ്. എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ സിന്നോളി. പഴം ഗ്യാസിൽ ഉണ്ടാക്കി തീർക്കും, അത് വേറെ വിഷയം. ഗ്യാസ് തീരാൻ വേറെ എങ്ങനെ കഴിക്കണം, അതിനങ്ങനല്ലേ. നബീദാലിക്ക് പറഞ്ഞവരിലെല്ലാം ഉണ്ട്. ലായത്തൻ, ദൃഷ്ടാന്തമുണ്ട്. ദാലത്തനല്ല വാദാനിയത്തൻ ആലിയ കൗമിൻ എത്തബക്കറൂന, ചിന്തിക്കുന്ന കൗമിന്. എന്നാ അല്ലാഹ്
ഫൈനമൻ തഫക്കറ ഫീ അന്നൽ ഹബ്ബത്ത വന്നുബാത്ത ഒരു കുരു ഒരു ധാന്യം തഖവ ഫിൽ അർളി ഭൂമിയിൽ സംഭവിക്കുമ്പോൾ തസ്നു ഇലൈഹ അതിലേക്ക് വന്നു ചേരും നദാവത്തു നനവ് വരും തംഫുദു ഫിയ അതിൽ ആ നനവ് അതിലേക്ക് എന്ത് ചെയ്യും നുഫൂദാകും ഫയൻഷഖു അസ്ഫലുഹു അതിന്റെ താഴ്ഭാഗം കീറും ഫയഖ്റുജു മിൻ അപ്പോൾ അതിൽ നിന്ന് മുളയ്ക്കും അറൂഖുൻ വേരുകൾ മുളയ്ക്കും തംബസത്തു ഫി അഅമാഖിൽ അർളി അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങും വയൻഷഖു അലാ മുകൾ ഭാഗം എന്ത് ചെയ്യും അത് പൊട്ടും മനസ്സിലായില്ല മുകൾ ഭാഗം പൊട്ടി ഇൻകാനത്ത് മുന്തക്കിസത്തൻ ഫിൽ വഖുഇ വയഖ്റുജു മിൻ ഉസാഖുൻ അതിൽ നിന്ന് തണ്ട് വരും ഫയൻമു അതിങ്ങനെ വളരും വയഖ്റുജു മിന്നുൽ അവറാഖു ആ തണ്ടിൽ നിന്നും ഇലകൾ വരും വൽ അസ്ഹാർ പഴങ്ങൾ വരും വൽ ഹബൂബ് ധാന്യങ്ങൾ വരും പിന്നെ അതിനെന്താ വത്തിമാർ പിന്നെ പഴങ്ങളാകും വല അജിസാമിൻ മുഖ്തലിഫത്തിൽ അഷ്കാൽ അല്ല അതിൽ പഴങ്ങൾ വരും പല കോലത്തിൽ വരും വൽ അൽവാൻ പല നിറത്തിലും വരും പല പ്രത്യേകതകളും ഉണ്ടാവും ഖവാസി വത്തബാഇ وعلى نوات قابلة لتوليد الأمثال على النمط المحرر لا إلى نهاية مع اتحاد المواد സാധനം ഒന്നേ ഉള്ളെങ്കിലും പല കോലത്തിലാണ് വന്നത്. അപ്പൊ അതിനൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ലാസ്റ്റ് അല്ലാഹു തആല വിറ്റ് ചെയ്തു. ഇന്ന ഫീ ദാലിക ലആയതൻ ആർക്ക് ലിഖൗമിൻ യതഫക്കറൂൻ ചിന്തിക്കുന്ന ജനങ്ങൾക്ക്. ഫിക്ർ ഭയങ്കരാണ്. ഫിക്ർ അഫ്ളലു മിനൽ ദിക്ർ എന്നതാണ്. ഫിക്ർ ഭയങ്കരാണ്. ഫിക്റു സഅത്തിൻ അഫ്ളലു ഇബാദത്തി 70 സനന. തഫക്കുർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ ഫിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താ അഖലിനകത്ത് തസറുഫാത്ത് എന്നുള്ളത്. തസറുഫുൽ ഖൽബി ഫി മആനിൽ അഷ്യാഇ ലിദർക്കിൽ മത്ലൂബ് എന്ന്. മത്ലൂബിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളുടെ ആശയങ്ങളിൽ ഖൽബ് തസറുഫ് ചെയ്യുക എന്നുള്ളതാണ്. الذكر طريق والفكر وسيلة المعرفة التي أعظم الطاعات. الذكر أفضل للعامة لما في الفكر لهم من خوف الوقوع في الأباطيل പോകും മത്തമക്ക് തഫക്കറു ഉണ്ട് ഇതിനകത്ത് കേട്ടോ. തഫക്കുറു സാഅത്തിൻ ഇതിനകത്തുണ്ട് കേട്ടോ. വേണമെന്ന് ഉണ്ട് അതപ്പുറത്ത് എടുക്കാം. തഫക്കുറു സാഅത്തിൻ ഞാനത് പണ്ടങ്ങാണ്ട് ഓർമ്മയുണ്ടായത് ഇതിനകത്ത് കണ്ടു. തഫക്കുറു സാഅത്തിൻ ഖൈറുൻ മിൻ ഇബാദത്തി 70 സന എന്ന മനസ്സിലായില്ലേ? റബിയ അന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖതമൽ ഖുർആന ഫീ റക്അത്തിൽ വിത്രി ലിതമക്കുനി മിന തദബ്ബുരി വത്തഫക്കുരി ഫലം യുബഹ് ദാലിക ലിമൻ ലം യതമക്കൻ മിൻ തദബ്ബുരിഹി വമഅരിഫത്തി ഫിഖ്ഹി. والذي أنزل من السماء ماء لكم منه شراب. ഇനി അവിടെ വല്ല സൂഫിസത്തിന്റെ മായനൊക്കെ കൊടുക്കുന്നുണ്ട്. വസഖറ ലക്കും അല്ലൈല വന്നഹാർ നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലാഹു തആല വഴിപ്പെടുത്തി തന്നു. രാവിനെ വഴിപ്പെടുത്തി ഉറങ്ങാൻ, പകലിനെ വഴിപ്പെടുത്തി നിങ്ങളുടെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ട്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫത്തൻ ഒന്ന് കഴിഞ്ഞ് ഒന്ന് വരുമല്ലോ. അതേപോലെ കാലഭാഗം അല്ലൈലു ദക്കറുൻ കആദമ വന്നഹാറു ഉൻസ കഹവ്വാ അല്ലൈലു മിനൽ ജന്നത്തി വന്നഹാറു മിനൻ നാരി വമിൻ തമ്മ കാനൽ ഇൻസു ബില്ലൈലി അക്സറ വശംസ വൽ ഖമറ അങ്ങനെ കുറെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്ന ഫീ ദാലിക പിന്നെ അടുത്ത പറഞ്ഞേതാ സഖറ ലക്കും ശംസ വന്നാറ വശംസ ബിന്നസ്ബി അത്ബന ലമാ ഖവല വറഫി മുബ്തദൂൻ വൽ ഖമറ വൻ നജൂമ ബിൽ വജ്ഹൈനി മുസഖറാത്തുൻ ബിന്നസ്ബി മുസഖറാത്തിൻ അലവിർ റഫി മുസഖറാത്തുൻ എന്ന്. അതെല്ലാം അള്ളാന്റെ ഇറാദത്ത് കൊണ്ട് അത് വഴിപ്പെടുത്തപ്പെട്ടതാണ്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യഖിലൂൻ ബുദ്ധിമാന്മാർ മറ്റേ ചിന്തിക്കുന്നവർ യതദബ്ബറൂൻ എന്നാണ് മനോടത്ത്. ലിഖൗമിൻ യതദക്കറൂൻ അടുത്ത് പറയും അല്ല. വസഖറ ലക്കും അല്ലാഹു നിങ്ങൾക്ക് വഴിപ്പെടുത്തുന്നു മാ ദറഅ ലക്കും. ദറഅ എന്നൊക്കെ ഉണ്ട്. ദറഅ ബിമഅന ഖലഖ ലക്കും ഫിൽ അർളി മിനൽ ഹയവാനി വൻ നബാതി വലിദാലിക അത് തന്നെ മുഖ്തലിഫൻ അൽവാനുഹു
كأحمر وأصفر وأحمر وأخضر وغيرها إن في ذلك لآية لقوم يذكرون അല്ല ചിന്തിക്കുന്നവർക്ക്. അല്ലാഹു തആല ഇങ്ങനെ ഓരോന്നോരോന്ന് ഫിറ്റ് ചെയ്യാണ്. എന്ത് ചെയ്യണം? ബസ് പോയി ചോറ് കഴിക്കും, പെട്ടെന്ന് ചോറ് കഴിക്കും. അടുത്ത പാടം കൊണ്ട് ചോറ് കഴിച്ചിട്ട് ചോറ് അവിടെ നിന്ന് കൊണ്ടുവരും. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കളല്ലേ.